ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ്. ബി.ജെ.പി. സർക്കാരിനെതിരെ പ്രതിഷേധമുയർന്ന അല്ലെങ്കിൽ അത് വിവാദമായ പല തീരുമാനങ്ങളെയും കോൺഗ്രസ് ഇതിൽ തിരുത്തുമെന്നും അത്തരത്തിൽ റദ്ദാക്കുമെന്നുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. അഗ്നിപത്ത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ റദ്ദാക്കും, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പോലുള്ള തീരുമാനങ്ങളെ തള്ളും എന്ന് തുടങ്ങി അത്തരം പല വാഗ്ദാനങ്ങളും നൽകുന്നുണ്ട്. എന്നാൽ ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, മതപരമായ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഭാഷാപരമായ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും തീരുമാനങ്ങൾ എടുക്കും, അത്തരത്തിലുള്ള അവർക്ക് കൂടുതൽ തുല്യമായ അവസരങ്ങൾ ഒരുക്കും എന്നൊക്കെ പറയുമ്പോഴും പൗരത്വ നിയമത്തെക്കുറിച്ച് ഇപ്പോൾ ഏറ്റവും കത്തി നിൽക്കുന്ന വിഷയമായ കുറിച്ച് പ്രകടന പത്രികയിൽ എങ്ങും ഒരു പരാമർശമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തിയ ഒരു വിഷയമാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയ വിഷയമാണ് ആ തരത്തിൽ കുറിച്ച് പരാമർശിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇതിൽ പൗരത്വ നിയമത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പകരം പറയുന്നത് മതപരമായ ന്യൂനപക്ഷങ്ങൾക്ക് തുല്യമായ അവസരം നൽകും, അവരോടുള്ള വിവേചനങ്ങൾ ഒഴിവാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ശ്രദ്ധേയമാണ്, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നീക്കം ചെയ്ത ബി.ജെ.പിയുടെ നടപടി പുനഃസ്ഥാപിക്കും എന്നുള്ള ഒരു തീരുമാനമോ അല്ലെ വാഗ്ദാനമോ ഈ പ്രകടന പത്രികയിലില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ട് വിഷയങ്ങളും സിഎയും ജമ്മു കാശ്മീർ വിഷയവും കോൺഗ്രസ് തന്നെ പലതവണ പാർലമെന്റിലടക്കം ഉയർത്തിയിട്ടുള്ള വിഷയമാണ്. ഇതിൽ ഒരു പരാമർശമേ പ്രകടന പത്രികയിലില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇതിനോടൊപ്പം തന്നെ കാണേണ്ടത് PMLA, UAPA ഉൾപ്പെടെയുള്ള നിയമങ്ങൾ. ഈ നിയമങ്ങൾ കോൺഗ്രസിനെതിരെ തന്നെ ബി.ജെ.പി. പലതവണ ദുരുപയോഗം ചെയ്യുന്നതായി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ രണ്ട് നിയമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ നിയമങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിനെ പറ്റിയോ നിയന്ത്രിക്കുന്നതിനെ പറ്റിയോ ഈ പ്രകടന പത്രികയിൽ എങ്ങും ഒരു പരാമർശമില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ കാര്യം. ഈ നിലവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാക്കിയിരിക്കുന്ന വിഷയമാണ് ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നത്. ഇത് സംബന്ധിച്ചും ഇവരെ നിയന്ത്രിക്കുന്ന സംബന്ധിച്ചുമുള്ള ഒരു പരാമർശം ഈ പ്രകടന പത്രികയിൽ എങ്ങുമില്ല. ഈ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ CPM-ന്റെ പ്രകടന പത്രികയിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ നിയന്ത്രിക്കുന്ന സംബന്ധിച്ചായിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇത്തരം കാര്യങ്ങളൊന്നും പരാമർശിച്ചിട്ടില്ല. പകരം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും, അഗ്നിപത്ത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ, തൊഴിലില്ലായ്മ പോലെയുള്ള വിഷയങ്ങൾ പരിഹരിക്കും, അതുപോലെ തന്നെ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും തുടങ്ങി പല പദ്ധതികളും വാഗ്ദാനം ചെയ്യുമ്പോഴും ഈ വിവാദമായ പല കാര്യങ്ങളും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ കാണാത്തതാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്.